LPG പ്രതിസന്ധി അന്നദാനത്തെയും ബാധിച്ചു. കോഴിക്കോട് നഗരത്തിൽ പാവപ്പെട്ടവർക്കും തെരുവിൽ കഴിയുന്നവർക്കും സൗജന്യ ഉച്ചഭക്ഷണം നൽകുന്ന ശ്രീ സായിബാബ മിഷനിൽ LPG തീർന്നതാണ് പ്രതിസന്ധിയായത്. പ്രഭാത ഭക്ഷണ വിതരണം നിർത്തിവെച്ചു. പ്രതിദിനം 400 പേർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഇവിടെ ഗ്യാസിന് പകരം വിറക് ഉപയോഗിച്ച് പാചകം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. സിനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ് തോമസ്, ഹോട്ടൽ, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ ഇത് മാത്രമല്ല അന്നദാനത്തെയും അത് ബാധിച്ചു അല്ലേ? പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് മറികടക്കുക? സിനോജ്, ഗുഡ് മോർണിംഗ്. അരുമാർ, ഗുഡ് മോർണിംഗ്. അതായത് എല്ലാ മേഖലയും ഈ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് സായിബാബ മിഷന്റെ കിച്ചണിലാണുള്ളത്. അതായത് 10-14 കുറ്റി സിലിണ്ടർ ഇവിടെയുണ്ട്. പക്ഷേ എല്ലാം കാലിയാണ്. ഒരു സിലിണ്ടറിൻ്റെ അകത്ത് അടിയിൽ കുറച്ച് ഗ്യാസ് ഉണ്ട്. അതൊന്ന് നമ്മൾ വന്ന സമയത്ത് ഒന്ന് കത്തിച്ച് നോക്കിയതാണ്. അത് ഉച്ചയ്ക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയുള്ള ഗ്യാസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നോക്കിയതാണ്. കുറച്ചൊരു ഗ്യാസ് ഉണ്ട്. ഇതുണ്ടോ, ഇതിന് വെയിറ്റ് ഇല്ല. അത് തീർന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തീരും. ഇതിന് പരിഹാരമായിട്ടാണ് ഇവിടെ വിറക് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എത്ര ദിവസം ഈ വിറകിൽ ഓടാൻ കഴിയുമെന്ന് അറിയില്ല. വിറകും ചിരട്ടയും ഇതിന് അധികൃതർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട് കോഴിക്കോട് നഗരത്തിൽ പാവപ്പെട്ടവർക്കും ഇങ്ങനെ വീടുകളൊന്നും ഇല്ലാതെ വഴിയോരത്ത് കിടന്ന് ഉറങ്ങുന്നവർക്കൊക്കെ തന്നെ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു മിഷനാണ് സായിബാബ മിഷൻ എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ആളുകളാണ് ഇവിടെ ഉള്ളത്. ആ വ്യാഴാഴ്ച കൊടുക്കുന്ന പ്രഭാത ഭക്ഷണത്തിന്റെ ആ വിതരണം കൂടി നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം പുറത്ത് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം പറ്റിയത്. ഇതൊരു സ്റ്റീം അടുപ്പാണ്. ആവിയിൽ ആഹാരം പാചകം ചെയ്താണ്. ആ ഗ്യാസിന് പകരം ഇപ്പോൾ അവർ വിറകാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഉച്ചഭക്ഷണത്തിന് ഇവിടെ പ്രതീക്ഷ നിൽക്കുന്ന ആളുകളുണ്ട്. ആ പ്രതീക്ഷ നിൽക്കുന്ന ആളുകളെ മടക്കി പറഞ്ഞേക്കാൻ പറ്റൂല എന്നുള്ള സാഹചര്യത്തിലാണ് വലിയ വില കൊടുത്ത് വിറക് വാങ്ങുന്നത്. അല്ല, ഈ മൂര്യാട് പോലുള്ള മേഖലകളിൽ ഇപ്പം മര വ്യവസായം തകർച്ചയിലായതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും വിറകിന് കൂടുതൽ ഈ ഡിമാൻഡ് വന്നതിനാൽ ഗ്യാസ് ചോദിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? ഗ്യാസിന് ഫോൺ വരെ ബുക്കിംഗ് വരെ എടുക്കുന്നില്ല. വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് ഈ താൽക്കാലം ഈ വിറക് തന്നെ ഇനി എത്ര ദിവസം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. വലിയ സിനോജ്, സംഭവം മനസ്സിലായി. ആളുകൾ ആഹാരം കഴിക്കാൻ വേണ്ടി അന്നദാന കേന്ദ്രങ്ങൾ 400 പേർക്കല്ലേ, 400 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഭക്ഷണം കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. ഗ്യാസ് ഇല്ലാത്ത അവസ്ഥയാണ്. വിറകടുപ്പിലേക്ക് മാറാമെന്ന് വെച്ചാൽ വിറകിന് ഇപ്പൊ വിറക് തീ പിടിക്കുകയല്ല, വിറകിന് തീ വില പിടിക്കുക. അതാണ് അവസ്ഥ.